ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിൽ, അതായത് ആ നടത്തറ സെൻറ്റർ പൂച്ചിട്ടി ഭാഗത്ത് നിന്ന്, ആ പൂച്ചിട്ടി സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഭാരത് വിദ്യാഭവൻ സ്കൂളിൻ്റെ അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. 4,200 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഉള്ളിൽ നിന്ന് സ്റ്റെയർ ഉള്ളിൽ നിന്നാണ്. 2 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്ത് 2 വശത്തും നമുക്ക് കാണാം വീതി കൂടിയ റോഡ് തന്നെയാണ്. ആ ടാറിംഗ് റോഡ് തന്നെയാണ്. ടാറിംഗ് റോഡ് ഇപ്പോൾ ചെയ്യാവുന്നേ ഉള്ളൂ. ടാറിംഗ് റോഡ് ചെയ്യാവുന്ന രീതിയിലാണ്. ബസ് റൂട്ട് നമുക്ക് കാണാം, അത്ര അടുത്താണ്, നമുക്ക് കാണാവുന്ന രീതിയിലാണ്. നല്ല വീതി കൂടിയ റോഡ് തന്നെയാണ്. അതുപോലെ മുൻവശത്ത് നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ ഒരു ഫോൾഡിങ് ഗേറ്റ്, നമുക്ക് മടക്കി വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഫോൾഡിങ് ഗേറ്റ് ആണ് ഈ സൈഡിലും കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു വാഹനം ഈ ഭാഗത്തും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് കാണാം ഒരു ചെറിയൊരു വാഹനം നമുക്ക് ഈ ഭാഗത്തും, അതുപോലെ നമ്മുടെ വലിയ വാഹനങ്ങൾ നമുക്ക് ഈ ഭാഗത്തും നല്ല സ്പേസ് ഉള്ള ഫ്രണ്ട് വശത്ത് തന്നെ നല്ലോണം സ്പേസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ വാഹനം നമുക്ക് ഈ ഭാഗത്തും പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അതുപോലെ 2018-19 കാലങ്ങളിലൊന്നും വെള്ളം കയറാത്ത ഒരു ഏരിയ. എത്ര വലിയ വേനൽക്കാലം വന്നാലും ഇവിടെ വെള്ളത്തിനും ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ്. പോച്ചിട്ടി ഭാരത് വിദ്യാഭവൻ സ്കൂളിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി കളർ പെയിൻറ്റിങ്ങും ടെക്സ്ചർ വർക്കുകളും വാം ലൈറ്റുകളും, എന്താ പറയുക, ഒരു വെറൈറ്റി ഡിസൈനും എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കളർഫുള്ള വീട് തന്നെയാണ്. അതുപോലെ ഈ സിറ്റ് ഔട്ടിലൊക്കെ നല്ലൊരു ടെക്സ്ചർ വർക്കും ടൈൽസ് വർക്കും എല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ ധാരാളം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സിറ്റ് ഔട്ടിൽ ഒരു ഷൂവും ചെരുപ്പൊക്കെ വെക്കാനുള്ള ഒരു റാക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം സൈഡിൽ. അതിൽ ഇരിക്കും ചെയ്യാം. അതിന് സ്റ്റാൻഡിങ് ഡബിൾ ബായ് ഡോറാണ് മുൻവശത്ത് കൊടുത്തിട്ടുള്ളത്. അത് തേക്കൂടിലാണ്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. നമുക്ക് കാണാം നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും അപ്പോക്സിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2x4 സൈസ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ്. അതുപോലെ നല്ലൊരു TV യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ്. നമുക്ക് കാണുന്നത് മൾട്ടിവുഡിലാണ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് ഹാളിൽ തന്നെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹോൾ സീലിംഗ് വർക്ക്, നല്ല മനോഹരമായ രീതി. നമുക്ക് കാണാം നല്ല കളർ പെയിൻറ്റിങ്ങും മാർബിളും നല്ല കളർഫുള്ളായിട്ടാണ് ഈ ലിവിങ് ഹാൾ ഫുള്ളായിട്ടും ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഫുള്ളായിട്ടും ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലിവിങ് ഹാളിൽ തന്നെയാണ് ഒരു സൈഡിലായിട്ട് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് ആദ്യത്തെ ബെഡ്റൂം സെയിം ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അതും അപ്പോക്സിയോട് തന്നെയാണ് കേട്ടോ. ഇത് രീതിയിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പേസോട് കൂടി തന്നെയാണ് ഇവിടെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതുപോലെ മനോഹരമായ രീതിയിൽ ഒരു വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനുള്ള അലമാരികൾ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു മനോഹരത കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതും വാം ലൈറ്റും LED ബൾബോട് കൂടിയ വാം ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നല്ല തരം കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ ബാത്റൂം മെറ്റീരിയൽസായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കാണാം വീതി കൂടിയ ടൈൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെയറിനുള്ള അടിഭാഗത്തുള്ള ബാത്റൂമാണ്. സ്റ്റെയർ കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള വെറൈറ്റി ഡിസൈനോട് കൂടിയ ടൈൽസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് അപ്പോക്സിയോട് കൂടി തന്നെയാണ്. അതുപോലെ ലിവിങ് ഹാളിന് ഒരു ആർച്ചോട് കൂടിയാണ് അത് കാണാം. ലിവിങ് ഹാളിൽ ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വെറൈറ്റി ഡിസൈനോടുകൂടി നല്ല ഒരു എന്താ പറയുക കളർഫുള്ളായിട്ടുള്ള വാം ലൈറ്റും
നല്ല രസമായിട്ട് തന്നെയാണ് ഡൈനിങ് ഹാളിലും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന് ലിവിംഗ് ഹാളിൽ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെയറിനോട് ചേർന്നൊരു സൈഡിലായി അടിയിൽ നല്ല കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ഹാളിന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ആ കിച്ചനോട് ഒരു സൈഡിലായി കാണാം. കിച്ചൻ്റെ സൈഡ് തന്നെയാണ് ഇവിടെ ഇവിടെ അലമാരി വർക്കിന് പകരം ഒരു ചെറിയൊരു കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അയൺ ചെയ്യാനുള്ള സ്പേസും അത്യാവശ്യം ഇരിക്കാനൊരു സ്പേസൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ ഇന്ത്യൻ ഡിസൈൻ വർക്കുകൾ നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ടൈലാണ്, അതും അപ്പോക്സിഡ്. സീസണുള്ള പോയിന്റ് എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബസ് റൂട്ടിൽ 50 മീറ്റർ അത്ര അടുത്ത് തന്നെയാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് അപ്പൂച്ചിക്ക് പാരൂജ ഹൗസ്ഫുൾ അവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ. നമുക്ക് കാണാം ഡൈനിങ് ഹാളിൽ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ, നല്ലൊരു വെറൈറ്റി ഡിസൈനിലാണ് ഈ ഓപ്പൺ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാം വീതി കൂടിയാണ് ഇവിടെ ഈ ഭാഗം കൊടുക്കുന്നത്. അതുപോലെ ഒരു കൂട്ട് ഡിസൈനോട് കൂടിയുള്ള ടൈലാണ് ഇവിടെ കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാച്ചിങ്ങുള്ള കളർഫുള്ളായിട്ടുള്ള കബോർഡ് വർക്ക് കൊടുക്കും. വൈറ്റ് ആൻഡ് ഗോൾഡ് ഡിസൈൻ. അതുപോലെ കിഴക്കോട്ട് ദർശനം ഒരു ഹോൾ വെച്ചാലും സ്പേസ് വർക്ക് കൊടുക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ഇവിടെ മുകൾ വശത്ത് വർക്ക് കൊടുക്കുന്നത്. അതുപോലെ സൈഡ് ഭാഗം ചുറ്റുഭാഗവും ടൈലെല്ലാം ചെയ്തിട്ടുണ്ട്. അതും അപ്പോസിബിളി തന്നെയാണ് ടൈലെല്ലാം വെച്ചിട്ടുണ്ട്. കിച്ചണിന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഒരു സ്പേസാണിത്. അതേ മാച്ചിങ്, അതായത് ആ വുഡ് ഡിസൈനുള്ള ടൈല് തന്നെയാണ് ഇവിടെ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം വേറൊരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പൈപ്പും അതുപോലെ കബോർഡ് വർക്കും എല്ലാ സ്ഥലവും സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡ് സെപ്പറേറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷേപ്പ് ചെയ്യാൻ വേറെ സെപ്പറേറ്റ് ഭാഗം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർന്ന് സൈഡിലായിട്ട് വാഷിംഗ് മെഷീനുള്ള ബോർഡ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂം ഇവിടെ വർക്ക് ഏരിയയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം ലെൻസിങ് ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമിലും സെപ്പറേറ്റ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും അപ്രോക്സിമേറ്റ്ലി വീതി കൂടിയ ടൈലാണ്. ഇവിടെ വാഷ് ഏരിയ സൈഡിൽ കൂടി വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ്. സൈഡിൽ കുറച്ച് ഭാഗങ്ങളെല്ലാം നമ്മൾ ടൈല് ഇവിടെ പാലിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ടേബിൾ നെറ്റ് വെച്ച് ചോല്ലെങ്കിൽ ചെളി തെറിക്കാത്ത വിധത്തിലും അതിൽ തർപ്പന്ന രീതിയിലും കുത്താത്ത വിധത്തിലുമാണ് ഇവിടെ എല്ലാം വെച്ച്. ബാക്ക് സൈഡിലുള്ള വീഡിയോയുടെ വ്യൂസ് ആണ് നമുക്ക് കാണാം. ഇവിടെ വലിയ വലിയ വീടുകൾക്ക് ബാക്ക് സൈഡിലുണ്ട്, നമ്മുടെ പുറത്തെ സൈഡിലുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ എന്ന് പറയാം. നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയ തന്നെയാണ്. 400 സെന്റ് സ്ഥലത്ത് 1050 സ്ക്വയർ ഫീറ്റ് 2 ബെഡ്റൂമുള്ള ഈ വീട് ഉടമ ചോദിക്കുന്ന വില വെറും 45 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ തന്നെ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു ഇവിടേക്ക് വരാന്ന് വെച്ചാൽ ഒരു 8 കിലോമീറ്റർ 7-7.5 അത്രയേ ഉള്ളൂ. 7 കിലോമീറ്റർ അത്ര തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ദൂരം. അതിന് അപ്പുറത്ത് സെൻറ്ററിൽ നിന്ന് 1-2 കിലോമീറ്റർ ഞാൻ എന്നെ ചെയ്തത്. 45 ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്ന വില. മുകൾ സ്റ്റയറാണ് നമ്മൾ കണ്ട് കയറിയത്. അതിനൊരു കോണി റൂമാണ് മുകൾ വശത്ത് കൊടുത്തത് ഡോറായിട്ട്. ഉണ്ട് മറ്റേ ഓപ്പൺ ടെറസിൽ നമുക്ക് എപ്പോഴേലും കാലത്ത് 2 ബെഡ്റൂമൊക്കെ എടുക്കാൻ ചെയ്യുന്ന സ്ഥലം മുകൾ വശത്ത് തന്നെ കൊടുത്തിരിക്കും. നല്ല ധാരാളം സ്പേസ് ഉണ്ട്. എപ്പോഴേലും 2 ബെഡ്റൂമൊക്കെ പണിയുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ പണിയേണ്ട സ്പേസ് ഷേപ്പോട് കൂടി കൊടുക്കും. അപ്പോൾ നല്ലൊരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്ത് കൊടുക്കും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക.
ഈസി ആയിട്ട് ബാക്കിയുള്ള സ്പേസ് തന്നെ ഇതിൻ്റെ ഈ മുൻവശത്തായിട്ട് തന്നെ ഉള്ളതാണ്. വാസ്തുവിദ്യക്കാരൻ ഞാനിവിടെ ഈ വീഡിയോ നിർമ്മിച്ചു. കൂടുതൽ വിവരങ്ങൾ അതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെട്ടു. അതുപോലെ നിങ്ങളുടെ കൈവശം 35 ലക്ഷം രൂപ തൊട്ട് 2 കോടി 2.5 കോടി വരെയുള്ള വീഡിയോ നിങ്ങളുടെ ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തൊരു വീഡിയോസ് എല്ലാവർക്കും ബൈ.